ഷാഫി വിഷയത്തെ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആശുപത്രി വിട്ട ഷാഫി ഇതുവരെ സജീവ രാഷ്ട്രീയത്തിൽ അതിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടില്ല. സാരമായ പരിക്ക് മൂക്കെന്ന മർമ്മത്തിനിട്ട് തന്നെ കൊടുക്കുമ്പോൾ ഇനിയും പുറത്തിറങ്ങാൻ സമയമെടുക്കും. അതുകൊണ്ടൊക്കെ തന്നെ കരുത്തുറ്റൊരു നേതാവിനെ അടിച്ചൊതുക്കി മൂലക്കിരുത്താൻ മാത്രം അവർക്ക് കാവൽ നിൽക്കേണ്ട പോലീസ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ളത് വമ്പന്മാരും കൊമ്പന്മാരുമാണ്. ഷാഫിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിൽ ഒരുത്തൻ ഷാഫിക്കിട്ടടിച്ചത് എന്ന് കാക്കിപ്പടയെ മുഴുവൻ സാക്ഷിയാക്കി പോലീസ് മേധാവി പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും അത് അന്വേഷിക്കുന്നത് പിണറായി പോലീസ് ആണെങ്കിൽ ഷാഫിക്കെതിരെ വീശിയവനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ അവസാന ലാപ്പിൽ ഷാഫിക്ക് വേണ്ടി ഒന്നൊന്നര ഗോൾ അടിക്കുകയാണ് മുരളീധരൻ. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് CBI അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഇനി അവർ സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവരുടെ ഭാവി വളരെ പരിതാപകരമായിരിക്കും. കാരണം മുഖ്യമന്ത്രി അടുത്ത കാലത്ത് സ്വീകരിച്ച പല നടപടികളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും അദ്ദേഹം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. അതുവരെ ഞങ്ങളുടെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അതൊക്കെ ഹൈക്കമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫൈനലാണ്. അതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയുടെ ആവശ്യമില്ല. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് ഒരു പട്ടിക അംഗീകരിച്ചു. ആ പട്ടിക അതാണ് അതിൻ്റെ തീരുമാനം. അപ്പോൾ അതിനെന്താ അദ്ദേഹത്തിന് എന്താ? അല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് പിന്നെ അതെ, സഹായിച്ചവരാ. അല്ല, ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും അല്ല, അതിൻ്റെ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ KPC പ്രസിഡന്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഏതായാലും തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ.